ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് ശിക്ഷക് സദൻ ആധുനിക രീതിയിൽ നവീകരിച്ചു. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മഴക്കെടുതി. കുന്നംകുളത്ത് ജനവാസ മേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ. വടക്കാഞ്ചേരിയിൽ വൻമരം പാതയിലേക്ക് വീണു. ചെറുതുരുത്തിയിൽ റോഡിലേക്ക് മരം പൊട്ടിവീണ് നാശനഷ്ടം. പാഞ്ഞാളിൽ മരം വീണ് വീട് തകർന്നു. മണ്ണൂർ നഗരിപ്പുറത്ത് കനാൽ വക്കിലെ മരം കടപുഴകി വീണ് വീടിന് കേടുപാട്. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കോട്ടായിയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം. നവീകരണം പൂർത്തിയായി 1 മാസം പിന്നിടും മുമ്പ് അനങ്ങനടിയിലെ പത്തംകുളം വെള്ളിനാംകുന്ന് അമ്പലവട്ടം റോഡ് തകർന്നു. നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശവാസികൾ രംഗത്ത്. പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരമാകാത്തതിനെതിരെ വഴിയിലെ കുഴികളിൽ വാഴനട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ മയക്കുമരുന്നു സംഘത്തിലെ മുഖ്യകണ്ണി MDMAയുമായി പോലീസിന്റെ പിടിയിൽ. 3.5 ഗ്രാം MDMAയും പ്രതി സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. അറസ്റ്റിലായത് പട്ടാമ്പി മരുതൂർ കൊടലൂർ സ്വദേശി മുഹമ്മദ് അൻസാരി. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ മുഖം മാറുന്നു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. ആദ്യഘട്ടം 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ. ജീവനക്കാരുടെ കുറവ് മൂലം പട്ടാമ്പിയിലെ ജീവാണു ജൈവവള ഗുണനിലവാരശാലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 8 ജീവനക്കാർ അനിവാര്യമായ സ്ഥാപനത്തിലുള്ളത് 3 പേർ മാത്രം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നും വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഹമ്മദ് മൂസിൻ MLA. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. കെട്ടിട നിർമ്മാണം ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ട് ആധുനിക രീതിയിൽ നവീകരിച്ച ശിക്ഷക് സദന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1962 അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ കീഴിൽ സ്ഥാപിച്ച ശിക്ഷക് സദന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപകർക്കും അനധ്യാപകർക്കും കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ താമസം നൽകുന്ന ശിക്ഷക് സദൻ സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ ഉപയോഗിക്കുന്നതിലൂടെ വരുമാനം കണ്ടെത്താനാവും. തിരക്കേറിയ ശിക്ഷക് സദനുകളിൽ ഭക്ഷണശാല ആരംഭിക്കുന്നതും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ശിക്ഷക് സദൻ കുറേ കാലമായിട്ട് അടച്ചുപൂട്ടി കിടക്കുകയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശീലനം, യോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ ഇപ്പോൾ സൗകര്യപ്രദമായൊരു സ്ഥലമായി. കുറേ കാലമായിട്ട് നമുക്ക് വേണ്ടതുപോലെ സൗകര്യപ്രദമായിരുന്നില്ല. അതെല്ലാം ഇനി കൂടുതൽ ഊർജിതമായിട്ട് നടത്താൻ ഒരു സ്ഥലം ലഭ്യമായിരിക്കുകയാണ്. പല ആവശ്യങ്ങൾക്കായിട്ട് പാലക്കാട്ട് എത്തിച്ചേരുന്ന അധ്യാപകർക്കും മറ്റും താമസിക്കുന്നതിനും ഇപ്പോൾ നല്ല വൃത്തിയുള്ള സൗകര്യങ്ങളെല്ലാമുള്ള മിതമായ നിരക്കിൽ കിട്ടുന്നൊരു സ്ഥലം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ വൃത്തി ഇതേപോലെ നിലനിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കെയർടേക്കർമാരാണ് ഉറപ്പുവരുത്തേണ്ടത്. പലപ്പോഴും പൊതുവായ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുണ്ടാക്കും. എത്രയാണ് ഇതിന് ചിലവ്? 1.5 കോടിയാണ്. 1.5 കോടി 1.5 കോടി ചിലവഴിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം കണ്ടാൽ നമ്മളെല്ലാം ഹായ് എന്ന് പറയുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറയും. ഒരു 3-4 മാസം കഴിഞ്ഞ് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പരിപാലനം പ്രധാനമാണ്. അതാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വാർഡ് കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, DDE സുനിജ, DEO ആസിഫ് അലിയാർ, അസിസ്റ്റന്റ് സെക്രട്ടറി R. സുനിൽകുമാർ, AEO PP രമേശ്, പ്രവർത്തക സമിതി അംഗങ്ങളായ TKA ഷാഫി, വട്ടപ്പാറ അനിൽകുമാർ, KC സ്നേഹശ്രീ, AK ബിജു, ഹരീഷ് കടവത്തൂർ, M. ഇന്ദു, KC അശോകൻ എന്നിവർ സംസാരിച്ചു. 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 15 AC റൂമുകൾ ഉൾപ്പെടെ 24 മുറികളാണ് നവീകരിച്ച കെട്ടിടത്തിലുള്ളത്. 8 കട്ടിലുള്ള 2 ഡോർമെറ്ററികളും
70 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന AC ഹാളും 15 പേർക്ക് യോഗം ചേരാൻ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഹാളും പുനർനിർമ്മിച്ചുകൊണ്ടാണ് പാലക്കാട് ശിക്ഷക് സദൻ നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷം. കുന്നംകുളത്ത് മണ്ണിടിച്ചിലുണ്ടായി. വടക്കാഞ്ചേരിയിൽ കൂറ്റൻമരം റോഡിലേക്ക് വീണു. പാഞ്ഞാളിൽ മരം വീണ് വീട് തകർന്നു. രാത്രി പെയ്ത കനത്ത മഴയിലാണ് കുന്നംകുളത്ത് മണ്ണിടിച്ചിലുണ്ടായത്. അടുപ്പുട്ടി ഉരുളിക്കുന്നിലായിരുന്നു മണ്ണിടിച്ചിൽ. 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട്. ഉരുളിക്കുന്ന് സ്വദേശിയായ മണ്ടുമ്പാൽ ആലീസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടിന് പിറകിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. മഴ കനത്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. രാത്രി ഒരു 3 മണിയൊക്കെ ഉണ്ടാവും. സൗണ്ട് കേട്ടു. ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ അകത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ 2 ആൾ മാത്രമുള്ള, ആൺകുട്ടികളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കി, ഇവിടെ വല്ലതും വീടുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. ബാക്കിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ തൊട്ട വീട്ടിലെ ചേച്ചി വന്നിട്ട് വിളിച്ചേ ഞങ്ങളതിനെ ബാക്കിലൊന്നും നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. ഏകദേശം 15ഓളം വീടുകൾ. ആ വീടുകളുടെ ബാക്കിൽ 20 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു മൺതിട്ട. ഇത് കുറച്ച് വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതായത് ഇവിടുത്തെ മണ്ണെടുത്ത് മാറ്റാൻ ജിയോളജി പാസ് അനുവദിക്കുന്നില്ല എന്നാണ് സ്ഥലത്തിൻ്റെ ഓണർ പറയുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ ജില്ലാ കളക്ടർ നഗരസഭയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തു. നഗരസഭ അത് സ്ഥലത്തിൻ്റെ ആൾക്ക് കൊടുത്തു. ഇവിടെ മനുഷ്യരുടെ ജീവന് ഒരു വിലയില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ തുടരുകയാണ്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് റോഡിലേക്ക് കൂറ്റൻ മരം വീണു. അപകട സമയത്ത് അതുവഴി വന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരച്ചില്ലകൾ തട്ടി ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാഞ്ഞാളിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. കാരപ്പറമ്പിൽ സുനിത പ്രകാശൻ്റെ വീടാണ് തകർന്നത്. അർദ്ധരാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം വീണത്. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലയിലും ശക്തമായ കാറ്റും മഴയും നാശം വിതയ്ക്കുകയാണ്. മണ്ണൂർ നഗരിപ്പുറത്ത് കനാൽ വക്കിലെ വേങ്ങമരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. നഗരിപ്പുറം വൃന്ദാവൻ കോളനിയിൽ കനകരാജിൻ്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ശനിയാഴ്ച പുലർച്ചെയാണ് കാറ്റിലും മഴയിലും മരം കടപുഴകി വീണത്. വീടിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഷീറ്റുമേഞ്ഞ ഷെഡുകളാണ് തകർന്നത്. മതിലും ഭാഗികമായി തകർന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു. രോഗികൾ അടക്കമുള്ള 4 കുടുംബമാണ് ഇവിടെ താമസം. 6 മാസം മുമ്പ് ഭീഷണിയായ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകിയെങ്കിലും ജീവനക്കാർ വന്നു നോക്കി പോയതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു. പെട്ടെന്ന് പിന്നെ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മരം വീണ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ മരം നേരത്തെ വെട്ടാൻ വേണ്ടിയിട്ട് PWDന് സെപ്പറേറ്റ് ലെറ്റർ കൊടുത്താണ്. പഞ്ചായത്തിന് അതിന് കോപ്പിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു ആക്ഷനും അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. കാരണം അവർ പറയുന്നത് അവരുടെ പിന്നെ ഫിക്സഡ് റേറ്റ് ഇതൊന്നും ഒത്തുപോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ലേലം ചെയ്യാൻ പറ്റില്ല എന്നാണ് കാരണം പറഞ്ഞത്. അപ്പോൾ അവർ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. വീടിന് ഭീഷണിയായിട്ടാണ് ആ മരം വീണ് കിടക്കുന്നത്. സമീപത്ത് തന്നെ കനാൽ വക്കിൽ കൂറ്റൻ തേക്കുമരവും ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇതുകൂടി വെട്ടിമാറ്റി ജീവൻ രക്ഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ റോഡിലേക്ക് മരം പൊട്ടി വീണ് സമീപത്തെ കടകൾക്ക് കേടുപാട്. മുസ്ലിം പള്ളിക്ക് സമീപമാണ് മരം പാതയിലേക്ക് വീണത്. റവന്യൂ, പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് എത്താതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. ചെറുതുരുത്തി ജുമാ മസ്ജിദിന് മുൻവശത്ത് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണത്. സമീപത്തുണ്ടായിരുന്ന വൈദ്യുതികാലിൻ്റെ കമ്പിയും പൊട്ടി വീണിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തെ കടയുടമയായ വീട്ടമ്മയാണ് കമ്പുകൾ വെട്ടിമാറ്റി തടസ്സം നീക്കിയത്. റവന്യൂ അധികൃതരോ പഞ്ചായത്ത് അധികൃതരോ KSEB ജീവനക്കാരോ സംഭവസ്ഥലത്തെത്താതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി.
തികഞ്ഞ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി ആരോപിച്ചു. ഏകദേശം 6 മണിയോടുകൂടി ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് ചെറുതുരുത്തി ടൗൺ പള്ളിക്ക് സമീപമുള്ള വൈദ്യശാലയുടെ മുന്നിൽ നിൽക്കുന്ന ഉങ്ങുമരം കൊമ്പ് മുറിഞ്ഞ് നാഷണൽ ഹൈവേ റോഡിലേക്ക് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്ത കടക്കാരൻ്റെ ബോർഡ് തകരുകയും സീറ്റ് തകരുകയും അതുപോലെ തന്നെ സർവീസ് വയറും ലൈൻ കമ്പിയെല്ലാം പൊട്ടി വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ്. ഏകദേശം 16 മണിക്കൂർ കഴിയുന്നു. ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളോ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ ഇവിടേക്ക് ഇത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഈ റോഡിൽ കിടന്നിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, കൊമ്പുകൾ ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ ചേച്ചിയാണ് മുറിച്ച് നീക്കം ചെയ്യുന്നത്. അത്ര പോലും നമ്മുടെ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം എടുക്കേണ്ട പഞ്ചായത്തോ റവന്യൂ അധികൃതരോ ഇലക്ട്രിസിറ്റി ബോർഡോ തിരിഞ്ഞു നോക്കിയില്ല എന്ന കാര്യത്തിൽ തികച്ചും പ്രതിഷേധാർഹമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കോട്ടായിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തു. സംസ്ഥാന സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. മഴയ്ക്ക് മുമ്പേ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും കാലവർഷം ശക്തി പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി കുറയ്ക്കാനാവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആവശ്യമായ മുൻകരുതൽ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഏറ്റെടുക്കാൻ യോഗത്തിൽ തീരുമാനമായി. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, KSEB, PWD, മൈനർ ഇറിഗേഷൻ കനാൽ വിഭാഗം, മൃഗസംരക്ഷണ വകുപ്പ്, കൃഷിവകുപ്പ്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ICDS പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശം പാലിച്ച് പഞ്ചായത്തിൽ എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയും നടന്നു. 15 വാർഡുകളിൽ നിന്നായി നിരവധി വളണ്ടിയർമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നവീകരണം പൂർത്തിയായി 1 മാസം പിന്നിടും മുമ്പ് അനങ്ങനടിയിലെ പത്തംകുളം വെള്ളിനാംകുന്ന് അമ്പലവട്ടം റോഡ് തകർന്നു. നിർമ്മാണത്തിലെ അഴിമതിയാണ് റോഡിന്റെ തകർച്ചയ്ക്കു കാരണമെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. പ്രദേശവാസികളെ സംഘടിപ്പിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. അനങ്ങനടി പഞ്ചായത്തിലെ നവീകരണം പൂർത്തിയായ ഈ റോഡിന് 3/4 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മഴക്കാലം വരവറിയിച്ചതേയുള്ളൂ. 1 മാസം മുമ്പ് സമഗ്ര നവീകരണം പൂർത്തിയായ റോഡ് ഇപ്പോൾ തോടാണ്. പ്രവൃത്തിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. പരാതി ന്യായമാണെന്ന് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. അഷറഫ് ആവശ്യപ്പെട്ടു. ഒരു 20 ദിവസം മുന്നെയാണ് ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞത്. ആ കഴിഞ്ഞതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഈ ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് ഈ രൂപത്തിലായി എങ്കിൽ ഈ ഒരു മഴക്കാലത്തെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ഈ റോഡ് നിൽക്കും? ഇത് ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്തതെന്നുള്ളത് അധികാരികൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം ഇതോടെ അറിയിക്കുന്നു. ഇതൊരു വിജിലൻസ് അന്വേഷണം ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ രൂപത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചു പോകുന്ന രൂപമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യേണ്ട ഈ പ്രവൃത്തികളെല്ലാം ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് മാറുന്ന രൂപത്തിലേക്ക് പോവുകയാണ്. അതിനെതിരെ നാടിൻ്റെ ഒന്നാകെയുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യത. അധികാരികൾ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പൊതുമുതൽ കൊള്ളയടിക്കുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് K. അഷറഫ്, K. സുരേഷ് കുമാർ, K. അച്യുതൻകുട്ടി, ചന്ദ്രൻ വെള്ളിനാങ്കുന്ന്, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡിന്റെ തകർച്ചയ്ക്ക് സത്വര പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് റോഡിൽ വാഴ നട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ലക്കിടി പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. നിത്യവും 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് പൂർണ്ണ തകർച്ചയിലായത്. പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പെരുകുകയാണ്. കഴിഞ്ഞ ദിവസം
ബൈക്ക് യാത്രികർക്ക് വീണ പരിക്കേറ്റിരുന്നു. UP സ്കൂൾ, സദനം TTC, പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രം, സദനം കഥകളി അക്കാദമി, പേരൂർ കൈപ്പയിൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ തകർന്ന പാതയിലൂടെ ദുരിതം ചുമന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. പല കാലങ്ങളിലും ഇതിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അർദ്ധരാത്രിയൊക്കെ വരെ അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ വളരെ വലിയ അപകടങ്ങളാണ് വരുന്നത്. പരിചയമുള്ളവർക്കും അപകടം പറ്റുന്നുണ്ട്. തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വേണ്ടി പുറത്തേക്ക് വരണമെങ്കിലും ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് വേണം പത്തിരിപ്പാലിക്കട്ടെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്രയും ശോചനീയ അവസ്ഥ. നിരന്തരം ഇവിടെ വെള്ളക്കെട്ട്, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഓട ഏതാ കുഴി ഏതാ തിരിച്ചറിയാൻ പറ്റാതെ ഇന്നലെ അടക്കം ഒരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. 2 ആൾക്കാർ, 2 വീലർ യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. 2 വീലർ യാത്രക്കാർ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഴലും കൈകാല് മുറിയലും തലപൊട്ടലുമാണ്. തൊട്ടപ്പുറത്തുള്ള വീടുകാരും ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സുകാരാണ് അത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. VK സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. മുരളി, PP പാഞ്ചാലി, P നൌഷാദ്, OP രാജേന്ദ്രൻ, UP രവി, UP രാജു, OV പ്രദീപ്, R രാജൻ, P രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടിയുണ്ടായില്ലെങ്കിൽ വെള്ളക്കെട്ടിൽ കിടന്നുള്ള പ്രതിഷേധമുൾപ്പെടെ സമരപരിപാടികൾ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പിയിൽ മയക്കുമരുന്ന് സംഘത്തിലെ മുഖ്യകണ്ണി MDMAയുമായി പോലീസിന്റെ പിടിയിൽ. പട്ടാമ്പി കൊടലൂർ സ്വദേശി 24 വയസ്സുള്ള മുഹമ്മദ് അൻസാരിയെയാണ് 3.5 ഗ്രാം MDMAയുമായി ലിമന്റ് കോളേജ് പരിസരത്ത് വച്ച് പിടികൂടിയത്. ഓപ്പറേഷൻ ഡേ ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി ലിമന്റ് കോളേജിന് സമീപത്തു വെച്ച് കാറിലെത്തിച്ച 3.5 ഗ്രാം MDMAയുമായി പട്ടാമ്പി കൊടലൂർ സ്വദേശി മുഹമ്മദ് അൻസാരി പിടിയിലായത്. പ്രതിക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പട്ടാമ്പി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി സഞ്ചരിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു. പട്ടാമ്പി പ്രദേശത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനാണ് ഇയാൾ. അൻസാരി ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഷൊർണൂർ DYSP R മനോജ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ അൻഷാദ്, സബ് ഇൻസ്പെക്ടർ ജയകുമാർ എന്നിവരും പട്ടാമ്പി പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് മയക്കുമരുന്നും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് IMA ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. നഗരസഭയുടെ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ചെയർപേഴ്സന്റെ പ്രതികരണം. നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MM കബീറിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. തുടർന്ന് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സണുമായി MM കബീറിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിൽ നിന്ന് നഗരസഭ പിന്മാറിയത്. ഒരു കാരണവശാലും പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. MM കബീർ, ഗംഗാധരൻ, ഡൈസി, രഘു, പരമേശ്വരൻ, ആയിഷ, ബാലൻ, കൃഷ്ണകുമാരി, രാമനുണ്ണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ആദ്യഘട്ടം 5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുക. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 25 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കാൻ മുഹമ്മദ് മുഹസിൻ MLA സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതുപ്രകാരം ആദ്യഘട്ട സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കായി നേരത്തെ ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ MLA ഓർച്ചാർഡിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ KLDC മുഖേനയാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുകയെന്ന് MLA പറഞ്ഞു. പരമാവധി എല്ലാ നവീകരണ പ്രവൃത്തികളും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും. ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള
ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു ബഡ്ജറ്റിൽ 5 കോടി രൂപ. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ലാൻഡ് ഡെവലപ്മെൻ്റ് അടക്കം അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ഫാമിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ ഫണ്ടിൽ നടക്കും. KLDC മുഖാന്തരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൃഷി വകുപ്പിൻ്റെ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ്. നവീകരണത്തോടൊപ്പം ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്കുള്ള പരിവർത്തനത്തിനാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അറിയാനും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താൽപ്പര്യമുണ്ടാക്കുക വഴി പഠന സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സമഗ്ര നവീകരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അറിയിച്ചു. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ഓർച്ചാഡിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വർഷങ്ങൾക്കു ശേഷം കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച ബസ്സുകൾ കയറി തുടങ്ങും. സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയെന്നും ബസ് സ്റ്റാൻഡ് വികസനത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അഭ്യർത്ഥിച്ചു. ഷൊർണൂരിൽ നിന്ന് പാലക്കാട്, പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. എന്നാൽ ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പള്ളി സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നില്ല. ഷൊർണൂർ സ്റ്റാൻഡിൽ കയറിയാൽ മതിയാകും. ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. വൺ വേ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് മാസം 26 മുതൽ കുളപ്പള്ളിയിലേക്ക് വൺ വേ ട്രാഫിക് സംവിധാനം കൊണ്ടുവരാനായിട്ട് നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ അതിൻ്റെ അറിയിപ്പെല്ലാം വന്നതാണ്. അപ്പോൾ 26-ാം തീയതി രാവിലെ മുതൽ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ ബസ്സുകളും കുളപ്പള്ളിയിലെ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് വേണം പട്ടാമ്പി ഭാഗത്തേക്ക് പോകും. അതുപോലെ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന എല്ലാ ബസ്സുകളും കുളപ്പള്ളി നഗരസഭ ബസ് സ്റ്റാൻഡിൽ കയറണം. പാലക്കാട് ഭാഗത്തുനിന്ന് ഷൊർണൂരിലേക്ക് വരാതെ പട്ടാമ്പിയിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPI ചേലക്കര മണ്ഡലം സമ്മേളനം കിള്ളിമംഗലം സ്കൂളിലെ P. നാരായണൻ നായർ നഗറിൽ തുടരുന്നു. പൊതുയോഗം CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല വ്യാപാരി ഭവനിലെ രമ്യ രാമു നഗറിലാണ് പ്രതിനിധി സമ്മേളനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ മുൻപാകണം. അതിന് മുന്നിൽ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെ അണിനിരത്തുക എന്ന മഹത്തായ കടമയാണ്, ലക്ഷ്യമാണ് 1920 AITUC രൂപം കൊണ്ടപ്പോൾ എടുത്തത്. ഇതേ കാലഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ കർഷക പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത്. സമ്മേളനത്തിൽ CPI ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. K. രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MR നാരായണൻ, EM സതീശൻ, ചേലക്കര മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാരൻ, ജില്ലാ കൗൺസിൽ അംഗം TP സുനിൽ, പാഞ്ഞാൾ ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തിരുവില്ലാമല വ്യാപാരി ഭവനിലെ രമ്യ രാമു നഗറിലാണ് പ്രതിനിധി സമ്മേളനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജൂൺ 28-29 തീയതികളിലായി പറളിയിൽ നടക്കുന്ന CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി സ്വാഗത സംഘ രൂപീകരണം പറളിയിൽ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ബാബു അധ്യക്ഷത വഹിച്ചു. AS ശിവദാസ്, K. കൃഷ്ണൻകുട്ടി, ജമാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ് സ്വാഗതവും പറളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VD ശശികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ജീവനക്കാരുടെ കുറവ് മൂലം പട്ടാമ്പിയിലെ ജീവാണു ജൈവവള ഗുണനിലവാര ശാലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 8 ജീവനക്കാർ അനിവാര്യമായ സ്ഥാപനത്തിൽ ഇപ്പോൾ 3 പേർ മാത്രമാണുള്ളത്. സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള ജീവാണു ജൈവവള ഗുണനിയന്ത്രണ ശാലയാണ് ഈ കാണുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി റോഡിൻ്റെ വശത്തായാണ് ശാലയുടെ പ്രവർത്തനം. 2020 ഒക്ടോബർ 8 അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. തുടക്കത്തിൽ ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തോളമായി ജീവനക്കാരുടെ അഭാവം മൂലം സ്ഥാപനത്തിലെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. ജീവാണു ജൈവവള പരിശോധനയ്ക്കും മറ്റും മിനിമം 8 പേരെങ്കിലും വേണമെന്നിരിക്കെ 3 പേരെ വെച്ചാണ് പ്രവർത്തനം. നിലവിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, കൃഷി ഓഫീസർ, ലാബ് അസിസ്റ്റൻ്റ് എന്നിവരാണുള്ളത്. ആവശ്യത്തിന് ഉപകരണങ്ങളുണ്ടെങ്കിലും പരിശോധനയ്ക്കായി ഒരു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ക്വാളിറ്റി കൺട്രോൾ മുഖേന ജൈവവളം പരിശോധനയ്ക്കായി ഈ സ്ഥാപനത്തിലേക്ക് അയക്കുന്നതാണ് രീതി. സമയബന്ധിതമായി പരിശോധന പൂർത്തിയാക്കാൻ ജീവനക്കാരില്ലാത്തതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം. ഒരു ലാബ് അസിസ്റ്റൻ്റ് അമിത ജോലി എടുക്കേണ്ട അവസ്ഥയാണ്. സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വിഷയം നേരത്തെ കൃഷിവകുപ്പിനെ അറിയിച്ചെങ്കിലും ജീവനക്കാരെ നിയമിച്ചില്ലെന്നാണ് പരാതി. പരിശോധനയ്ക്കായി 2 ലാബ് അസിസ്റ്റൻ്റ്, 2 ലാബർ അറ്റൻഡർ എന്നിവർ വേണം. കൂടാതെ ഒരു പ്യൂണിൻ്റെയും ആവശ്യമുണ്ട്. ഇതൊന്നുമില്ലാതെ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയിലെ ജീവാണു ജൈവവള ഗുണനിലവാര ശാലയുടെ പ്രവർത്തന പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സ്ഥാപനത്തിൽ ജീവനക്കാരുടെ കുറവുള്ള കാര്യം ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞതെന്നും MLA പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം സൗകര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. ജീവനക്കാരുടെ അഭാവമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുമായി ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് പ്രൊമോഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും എന്നതാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ച RSS അജണ്ടയ്ക്കെതിരെ ഷൊർണൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ഇന്ദിരാഗാന്ധിയെ ഫേസ്ബുക്കിൽ വികലമായി ചിത്രീകരിച്ച RSS പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇന്ദിരാഗാന്ധിയെ അവഹേളിക്കുക എന്നത് RSSൻ്റെ വ്യക്തമായ അജണ്ടയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. DCC സെക്രട്ടറിമാരായ K. കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മുരളി മാസ്റ്റർ, K. വേണുഗോപാലൻ, TK ആഷിഖ്, ശ്രീജ, PM മുരളീധരൻ, VG ശ്രീനിവാസൻ, വിൻസെന്റ്, നൌഫൽ, അഷ്റഫ്, പാറുകുട്ടി, പ്രിയ, കാർത്തിയായനി, അബൂബക്കർ, L. വിനോദ്, R. സുരേഷ് ബാബു, വിജയ് ഭാനു, രവീന്ദ്രൻ, സോമൻ കോഴിപ്പാറ, വിനയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമാകുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ കട്ടളവെപ്പ് കർമ്മം വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ചെറുതുരുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചെലവിട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുക. 2ാം ഘട്ടം എന്ന നിലയ്ക്ക് CFC ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് 2 ഘട്ടമായി 52 ലക്ഷം രൂപ ചെലവിലുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും അതിൻ്റെ കട്ടിളവെപ്പുമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ അതിവേഗമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ കെട്ടിടത്തിൻ്റെ കട്ടിളവെപ്പ് ചടങ്ങ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, പഞ്ചായത്ത് അംഗം താജുന്നീസ, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ PA സഫീർ, പഞ്ചായത്ത് സെക്രട്ടറി R. ശ്രീദേവി, AE R. പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയനു കീഴിലെ മികച്ച കേഡറ്റുകളെയും സീനിയർ NCC ഓഫീസർമാരെയും ആദരിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് കേണൽ സതീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു.
ചടങ്ങിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ എ അശോക് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ പി ഡി ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ വേർഡ്സ് ഏറ്റവും യൂസ് ചെയ്ത കുട്ടിയാണ് അനഘ. ആ വലിയ സമയത്തിന് ആ കുട്ടിക്ക് ഡ്രീം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാ ഡ്രീംസും ഉണ്ടാവണം, ഡ്രീം കാണണം, അച്ചീവ് ചെയ്യണം. എനിക്ക് ആശംസ പറയാൻ പോകും. ഇപ്പോൾ അതുപോലെ തന്നെ മാധവ് ഇപ്പോൾ പറഞ്ഞാൽ രണ്ട് മക്കൾക്ക് തന്നെ അത്ര അടുത്ത രണ്ട് കുട്ടികളാണ്. അവർ ഡിസ്പ്ലേ മാത്രമല്ല, അവരുടെ ആ പഠിച്ച വർഷം മാധവ് 5 വർഷം അങ്ങനെ 3 വർഷം പഠിച്ചു. സി എൻ ഭവദാസനുണ്ണി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫ് റിനോക്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് 9ാമത് ബെസ്റ്റ് കാഡറ്റ് അവാർഡ് വിതരണവും 80 വയസ്സ് കഴിഞ്ഞ മുൻ NCC ഓഫീസർമാരായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഭവദാസനുണ്ണി, നാപ്പുണ്ണി, ബാലചന്ദ്രൻ, ലക്ഷ്മണൻ മുതലിയാർ എന്നിവരെയും ബെസ്റ്റ് കാഡറ്റുകളായ PTM YHSS എടപ്പലം വിദ്യാർത്ഥി PK റഫ്ഷാൻ റഹ്മാൻ, പട്ടാമ്പി SNGS കോളേജ് വിദ്യാർത്ഥി PM അനഘ, വണികുളം TRK HSSലെ AM റോഷൻ, പള്ളിപ്പുറം PHSലെ M വൈഗ എന്നിവരെ ആദരിച്ചത്. ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദു പതിയിൽ, ബാലകൃഷ്ണൻ എഴുവന്തല, V ഗോവിന്ദദാസ്, A ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ A പ്രമോദ്, ചിത്രാമേഘൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം KVR ഹൈസ്കൂളിൽ നടന്നു. പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു. സമ്മേളനം ആർജവത്തിൻ്റെ നാദാമൃതം നിരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ശ്രീജ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾക്ക് പറഞ്ഞാൽ തീരാത്ത, ഒരുപക്ഷെ സമൂഹത്തിൽ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വേണം. ഞാനിവിടെ നമ്മുടെ ഐക്കോൺസ് നമ്മുടെ ചില സുഹൃത്തുക്കളുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന വിവരം വളരെ വളരെ ഭീതിജനകവും ഭയാനകവുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റും. അത്രമാത്രം കലുഷിതമായ ജീവിതമാണ് ഈ രക്ഷിതാക്കൾ, അതുപോലെ ഇവരെല്ലാം നേരിടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടൊരു കാര്യം. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ ഏരിയ സെക്രട്ടറി C മോഹൻദാസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് T മുരളീധരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി എന്നിവർ സംസാരിച്ചു. കലാരത്ന ദേശീയ പുരസ്കാര ജേതാവ് മണികണ്ഠൻ മാനസയെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. KB ജൂബിയെ രക്ഷാധികാരിയായും, P കൃഷ്ണൻകുട്ടി സെക്രട്ടറിയായും, P ശ്രീജ പ്രസിഡന്റായും, അബ്ദുൽ ജബ്ബാർ ട്രഷററുമായുള്ള 16-അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമിതഭാരം കുറയ്ക്കാൻ ജിംനേഷ്യത്തിലെത്തിയ പെൺകുട്ടി മിസ് സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവാണിപ്പോൾ. ഷൊർണൂർ മേപ്പള്ളിയിൽ ജയകൃഷ്ണലാൽ ബീന ദമ്പതികളുടെ മകൾ M ഗായത്രി കൃഷ്ണയാണ് ആ പെൺകുട്ടി. പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുത്ത 2 പേർക്ക് മാത്രമാണ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടാനായത്. 17-ാം വയസ്സിലാണ് ശരീരത്തിൻ്റെ അമിതഭാരം കുറയ്ക്കാൻ ഷൊർണൂരിലെ ജിംനേഷ്യത്തിൽ ഗായത്രി കൃഷ്ണ എത്തുന്നത്. ജിംനേഷ്യത്തിലെ പതിവുകാരിയായപ്പോൾ പിന്നീട് മത്സരങ്ങളിലേക്കായി ചുവടുവെപ്പ്. 2023 ആദ്യമായി മിസ് പാലക്കാട് മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ഗായത്രിക്ക് വിജയിക്കാനായില്ല. പരിശ്രമം കൈവിട്ടില്ല, പരിശീലനം തുടർന്നു. 2025 നടന്ന മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കൂടുതൽ സമയം പരിശീലനത്തിനായി മാറ്റിവെച്ചു. രാവിലെയും വൈകിട്ടുമായി 5 മണിക്കൂർ പരിശീലനം നടത്തുന്നുണ്ട്. ഞായറാഴ്ചകളിൽ കൂടുതൽ സമയം പരിശീലനം നടത്തും. സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നടക്കുന്ന മത്സരങ്ങളിലാണ് ഗായത്രി ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന് സേലത്ത് നടന്ന ഓപ്പൺ കാറ്റഗറിയിൽ ബിക്കിനി മോഡേൺ ഇനത്തിലായിരുന്നു ഗായത്രിയുടെ വെള്ളി മെഡൽ നേട്ടം. ഹായ്, ഞാൻ ഗായത്രി കൃഷ്ണ. ഞാൻ ഈ കഴിഞ്ഞ 2025 മിസ് സൗത്ത് ഇന്ത്യയിലെ സിൽവർ മെഡലിസ്റ്റാണ്. അപ്പോൾ പിന്നെ
ഞാൻ ആക്ച്വലി 2 ഇയേഴ്സായിട്ട് ഇതിനു വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് ടൈറ്റിൽ വിന്നറാണ്. ഇങ്ങനെ കേരള സിൽവർ മെഡലിസ്റ്റാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വർഷം കുറേ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷൻ വരുന്നു എന്ന് അറിഞ്ഞത്. അപ്പം അങ്ങനെ കേരളം കഴിഞ്ഞ് ഒരു 2 months ശേഷമാണ് സൗത്ത് ഇന്ത്യ നടന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ചുടുവാലത്തൂരിലെ ഫിറ്റ് ആൻഡ് ഫിറ്റ്നസ് ജിംനേഷ്യം നടത്തുന്ന ആറങ്ങോട്ടുകര സ്വദേശിയായ PH അഫ്സറിന് കീഴിലാണ് പരിശീലനം. 15 വർഷമായി അഫ്സർ പരിശീലന രംഗത്തുണ്ട്. ഇതുവരെ 10ലധികം ആളുകളാണ് ഇവിടെ പരിശീലിച്ച് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചിട്ടുള്ളത്. IBBF എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ കീഴിലാണ് നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അസോസിയേഷനാണ് IBBF. ഇതിലേക്ക് വന്നിട്ട് കോളേജിലും എല്ലാത്തിനും ബേസ് മാർക്കും കാര്യങ്ങളും എല്ലാം ഉള്ള അസോസിയേഷനാണ്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി 2-2.5 മണിക്കൂർ മോർണിംഗ്, ഈവനിങ് അതേമാതിരി 2-2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ഇതേമാതിരി കാർഡിയോ നടക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഇതിലെത്തിയിട്ടുണ്ട്. ജനുവരിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ഗായത്രിയും പരിശീലകൻ അഫ്സറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വാട്ടർ ATMന്റെ പ്രവർത്തനം തുടങ്ങി. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, പഞ്ചായത്ത് അംഗം രമേശ്, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് ഷരീഫ്, സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. വടനംകുറിശ്ശിയിലെ BRC ഹാളിലായിരുന്നു യാത്രയയപ്പ് സമ്മേളനം. ഷൊർണൂർ സബ് ജില്ലയിലെ വിരമിക്കുന്ന 35 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മുഹമ്മദ് മോഹസിൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നല്ല അധ്യാപകരായി ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ അംഗീകാരം കിട്ടിയ അധ്യാപികമാരാണ് ഇവിടുന്ന് ഇന്ന് യാത്രയയപ്പ് ഏറ്റുവാങ്ങുന്നത്. തീർച്ചയായിട്ടും അവരെയൊക്കെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്തവർ എന്നുള്ള നിലക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തികച്ചും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വിരമിക്കൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഷൊർണൂർ AEO ബിന്ദു അടക്കം വിരമിക്കുന്ന 35 അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BPC K വേണു, ശിവദാസൻ, മനോജ്, പ്രദീപ്, രാധ, കുഞ്ഞുമുഹമ്മദ്, നൌഷാദ്, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം സബ് ജില്ലയിലെ അടിസ്ഥാന ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര അധ്യാപകർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. റാലിക്കു ശേഷം ഒറ്റപ്പാലത്ത് ബോധവൽക്കരണ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അവധിക്കാല അധ്യാപക പരിശീലനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്രിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ A+ഓടെ വിജയിച്ച 3 വിദ്യാർത്ഥികളെ മുസ്ലിം ലീഗ് അനുമോദിച്ചു. ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അനുമോദിച്ചത്. മണ്ണൂർ സ്വദേശികളായ രഹന ഫിറോസ്, സുഹന തസ്ലി, സമീറ എന്നീ വിദ്യാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി വീട്ടിലെത്തി അനുമോദിച്ചത്. മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി.
മധുരം നൽകിയാണ് വിദ്യാർത്ഥികൾ ലീഗ് നേതാക്കളെ സ്വീകരിച്ചത്. KM അബ്ദുൽ ഹക്കീം, പഞ്ചായത്ത് അംഗം PU റജുല, KP മുനീർ, സബിത മുനീർ, ഹക്കീം, ഫാസിൽ, നൂരിഷ തുടങ്ങിയവർ പങ്കെടുത്തു. അനുമോദനവുമായി എത്തിയതിന് വിദ്യാർത്ഥികൾ നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അൻവർ സാദിഖ് അറിയിച്ചു. നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ് അവരുടെ വിദ്യാഭ്യാസപരമായി അവരുടെ ഉന്നതിയിലേക്ക്, അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട KMCCയുടെ മുൻ നേതാവ് കൂടിയായ അയ്യൂബ് ഖാന്റെ മകളാണ് സമീഹ. അങ്ങനെ സമീഹ, അയ്യൂബും അതുപോലെ ഈ കുട്ടികളെല്ലാം അവരുടെ നല്ല കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് അവർ ഈ അവസ്ഥയിലെത്തിയത്. ഇനിയും അവർ ഉന്നതിയിലേക്ക് എത്തി നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ, നമ്മുടെ നാടിൻ്റെ തന്നെ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ആളുകളാണ് അവരുടെ രക്ഷിതാക്കൾ. അതുകൊണ്ട് ഇനിയും മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. തെരുവ് നായ്ക്കളുടെ വ്യാപനം ജനജീവിതത്തിന് വൻ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഫലപ്രദമല്ലെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ എന്തു നടപടി സ്വീകരിക്കണം? പൊതുജനങ്ങളുടെ അഭിപ്രായം. വിശപ്പ് മനുഷ്യനെ കൊന്ന ചരിത്രത്തിലേക്ക് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തെരുവ് നായ്ക്കൾ ഇപ്പോൾ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഒരു പരിധിവരെ മാലിന്യ സംസ്കരണ നയം ഒരു പരിധിവരെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പണ്ടൊക്കെ ഈ തെരുവിലരഞ്ഞ നായ്ക്കൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ വൃത്തിയുടെ ഭാഗമായി അല്ലെങ്കിൽ മാരക രോഗങ്ങൾ പകരുന്നതിനെതിരായി ഈ പറയുന്ന നമ്മുടെ ജൈവ മാലിന്യങ്ങൾ മുഴുവൻ സംസ്കരിക്കപ്പെടുകയാണ്. വേസ്റ്റ് ബിന്നിൽ വീടുകളിൽ സൂക്ഷിക്കണം, അത് ഇറച്ചിവെട്ട് കേന്ദ്രങ്ങളിലാണെങ്കിൽ പ്രത്യേകം പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിക്കണം. ഇതെല്ലാം വളരെ രഹസ്യമായ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ തെരുവിൽ അലയുന്ന ഈ നായ്ക്കൾക്ക് ഭക്ഷണം കിട്ടാനുള്ളൊരു സാഹചര്യം ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭാഗത്ത് ആരോഗ്യവും മാലിന്യ സംസ്കരണവും വൃത്തിയൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ തന്നെ ഇവരെവിടെ നിന്ന് ഭക്ഷിക്കും? ഇവരെ മനുഷ്യൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അപഗ്രഥിക്കാനുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് ആ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടും, പൂച്ചയ്ക്ക് ഫുഡ് കിട്ടും. പക്ഷേ കഷ്ടകാലം കൊണ്ട് തെരുവിൽ ജനിച്ചുപോയി തെരുവിൽ അലയുന്ന ഒരു പട്ടിക്ക് ആരും ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ കിട്ടുന്ന ആടിനെയോ കോഴിയൊക്കെ പിടിച്ചതിനൊക്കെ അവസാനം ഒരു ഗതികെട്ട സ്റ്റേജ് വരുമ്പോൾ മനുഷ്യനെ ആക്രമിക്കുന്നൊരവസ്ഥ അവസ്ഥാന്തരം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അപഗ്രഥിക്കപ്പെടേണ്ട ജീവശാസ്ത്രം എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം, ആ അവകാശത്തിന് ആവശ്യമായ ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേക ഷെൽട്ടറുകൾ ഉണ്ടാക്കി നമ്മുടെ കല്യാണ സദ്യകളിൽ, ഹോട്ടലുകളിൽ, ഇറച്ചിവെട്ടുശാലകളിൽ, വീടുകളിൽ വരുന്ന വേസ്റ്റ് സംഭരിച്ച് ഇവർക്ക് ഭക്ഷണമായി എത്തിക്കാനുള്ള വല്ല സംവിധാനം തന്നെ ഒരുക്കാൻ ഗവൺമെൻറ്റിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാനൊക്കെ കഴിഞ്ഞാലല്ലാതെ തെരുവുനായ്ക്കളുടെ ശല്യം നിലവിലെ നിയമം വെച്ച് ഇല്ലാതാക്കാൻ വലിയ എളുപ്പമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ശിക്ഷക് സദൻ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് ശിക്ഷക് സദൻ ആധുനിക രീതിയിൽ നവീകരിച്ചു. ശിക്ഷക് സദൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മഴക്കെടുതി. കുന്നംകുളത്ത് ജനവാസ മേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ. വടക്കാഞ്ചേരിയിൽ വൻമരം പാതയിലേക്ക് വീണു. ചെറുതുരുത്തിയിൽ റോഡിലേക്ക് മരം പൊട്ടി വീണ് നാശനഷ്ടം. പാഞ്ഞാളിൽ മരം വീണ് വീട് തകർന്നു. മണ്ണൂർ നഗരിപ്പുറത്ത് കനാൽ വക്കിലെ മരം കടപുഴകി വീണ് വീടിന് കേടുപാട്. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കോട്ടായിയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം. നവീകരണം പൂർത്തിയായി 1 മാസം പിന്നിടും മുമ്പ് അനങ്ങനടിയിലെ പത്തംകുളം വെള്ളിനാംകുന്ന് അമ്പലവട്ടം റോഡ് തകർന്നു. നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശവാസികൾ രംഗത്ത്. പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരമാകാത്തതിനെതിരെ വഴിയിലെ കുഴികളിൽ വാഴനട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ മയക്കുമരുന്നു സംഘത്തിലെ മുഖ്യകണ്ണി MDMAയുമായി പോലീസിന്റെ പിടിയിൽ. 3.5 ഗ്രാം MDMAയും പ്രതി സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. അറസ്റ്റിലായത് പട്ടാമ്പി മരുതൂർ കൊടലൂർ സ്വദേശി മുഹമ്മദ് അൻസാരി.
പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ മുഖം മാറുന്നു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. ആദ്യഘട്ടം 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ. ജീവനക്കാരുടെ കുറവ് മൂലം പട്ടാമ്പിയിലെ ജീവാണു ജൈവവള ഗുണനിലവാരശാലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 8 ജീവനക്കാർ അനിവാര്യമായ സ്ഥാപനത്തിലുള്ളത് 3 പേർ മാത്രം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നും വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഹമ്മദ് മുഹസിൻ MLA. ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. കെട്ടിട നിർമ്മാണം ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് അനുവദിച്ച 52 ലക്ഷം രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.